ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം 5.3.2 വ്യാഖ്യാനമാണ് വായിക്കുന്നത്. എല്ലാവരും കേൾക്കാം. In Bhagavad Gita it is clearly said, Bhaktya mam abhijanadi yavan yaschasmi tattvadaha tado mam tattvado jnatva vishade tad anandaram. One can understand the Supreme Personality as he is only by devotional service. And when one is full consciousness of the Supreme Lord by such devotion, he can enter into the kingdom of God. ഇത് ഭഗവത്ഗീതയിലെ 18ാമത് അധ്യായം 55ാമത് ശ്ലോകമാണ്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരുവന് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയണമെങ്കിൽ അത് ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഭക്തിഭാവത്തോടു കൂടിയിട്ട്, ആ ഭഗവാനെ പറ്റിയിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട് ആ വ്യക്തിക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും, കൃഷ്ണന്റെ ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. One can understand and see the Supreme Personality of Godhead through the process of devotional service and not in any other way. അപ്പോൾ ഒരുവന് പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയണമെങ്കിൽ അത് ഭക്തിയിലൂടെ, ഭക്തി സേവനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. വേറൊരു വഴിയിലും അത് സാധ്യമല്ല. Although Maharaja Nabhi performed prescribed duties and sacrifices, it should still be considered that the Lord appeared before him not due to his sacrifices but because of his devotional service. മഹാരാജ നാഭിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഹാരാജ നാഭി എന്താണ്, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രമാണ് കൃഷ്ണൻ അവിടെ വന്നത്, കൃഷ്ണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ യജ്ഞങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് കർമ്മങ്ങളിലോ പ്രീതനായിട്ടല്ല, ഭക്തിയിൽ മാത്രം സംതൃപ്തി നേടിയിട്ടാണ് കൃഷ്ണൻ അവിടെ അദ്ദേഹത്തിന് മുന്നിൽ അവതരിച്ചത് അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇറ്റ് വാസ് ഫോർ ദിസ് റീസൺ ദാറ്റ് ദ ലോർഡ് എഗ്രീഡ് ടു അപ്പിയർ ബിഫോർ ഹിം ഇൻ ഹിസ് ബ്യൂട്ടിഫുൾ ബോഡിലി ഫീച്ചേഴ്സ്. തൻ്റെ മനോഹരമായ രൂപത്തിൽ കൃഷ്ണൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. As stated in Brahma Samhita 5.30, the Supreme Lord in his original nature is very beautiful. Venum kvanandam aravindam dalayadaksham barhavadamsham asidambuda sundarangam. The Supreme Personality of Godhead, although blackish, is very very beautiful. എന്ന് പറഞ്ഞാൽ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ കറുപ്പ് നിറത്തോട് കൂടിയിട്ടുള്ളവനാണ്, വളരെ വളരെ സൗന്ദര്യമുള്ളവനാണ്. ഇത് ബ്രഹ്മസംഹിതയിലെ 5.30 ശ്ലോകമാണ്. വേണും ക്വനന്ദം അരവിന്ദ ദലായദാക്ഷം ബർഹാവദാംശം അസിതാംബുദ സുന്ദരാംഗം. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നന്ദി. ജയ് ശ്രീല പ്രഭുപാദ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ആർക്കെങ്കിലും ഇവിടെ ഈ വായിക്കുന്ന ശ്രീമദ് ഭാഗവതമോ അതുപോലെയുള്ള ചൈതന്യ ചരിതാമൃതമോ ഭഗവത്ഗീതയോ അതുപോലെയുള്ള ശ്രീല പ്രഭുപാദർ ആ പുസ്തകങ്ങളും ശ്രീല പ്രഭുപാദരുടെ ചെറിയ ചെറിയ പുസ്തകങ്ങളുമൊക്കെ വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അതിന് വേണ്ടുന്ന കോൺടാക്റ്റ് നമ്പർ ഡീറ്റെയിൽസൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. ഹരേ കൃഷ്ണ, ജയ് ശ്രീല പ്രഭു.